വിശ്വാസ ജീവിതത്തിലും സ്വഭവനത്തിലും തിരസ്കരിക്കപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, അവൻ നിങ്ങളെ കാണുന്നു, കേൾക്കുന്നു, നിങ്ങൾക്കായി കരുതുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 16:13 ഹാഗാർ തനിക്ക് പ്രത്യക്ഷനായ കർത്താവിന് നീ എന്നെ കാണുന്ന ദൈവം എന്ന് പേര് നൽകി. ഹല്ലേലൂയ. സാറായിക്ക് ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. അവളുടെ പേര് ഹാഗാർ എന്നായിരുന്നു. എന്നാൽ താൻ നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവൾ മരുഭൂമിയിലേക്ക് ഒളിച്ചോടിപ്പോയി. വഴിമധ്യേ കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി അവളെ അനുഗ്രഹിച്ചു. അപ്പോൾ അവൾ നിറഞ്ഞ ഹൃദയത്തോടെ പറഞ്ഞു, നീ എന്നെ കാണുന്ന ദൈവം എന്ന് പറഞ്ഞ് അവൾ ദൈവത്തിന് പേര് നൽകി. ഹല്ലേലൂയ. നാം കരുതും ദൈവം പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും ഭരണാധികാരികളെയും പാസ്റ്റർമാരെയും പള്ളിലച്ചന്മാരെയും മാത്രമേ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ എന്ന്. നമ്മെ കാണുന്നില്ല എന്ന്. നിന്ദനയും പരിഹാസവും ഏൽക്കുന്ന ഓരോരുത്തരുടെ അടുക്കലും കർത്താവ് സമീപസ്ഥനാണ്. അവൻ അവരുടെ രോദനം കേൾക്കുന്നു, അവരുടെ സങ്കടങ്ങൾ കാണുന്നു. അവർക്ക് തുണയായി ഒരു സീനായി പർവ്വതം പോലെ അവരടുക്കലുണ്ട്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ സഹോദര സഹോദരി, സ്വഭവനത്തിലും സഭയിലും നിന്ദിക്കപ്പെട്ടാലും പരിഹസിക്കപ്പെട്ടാലും നാം നമ്മെ തന്നെ പഴിക്കേണ്ടതില്ല. കർത്താവ് നമ്മെ കാണുന്നു, നമ്മെ കേൾക്കുന്നു. അവൻ നമുക്കായി